നമ്മൾ തുന്തുരുവിൻ്റെ അച്ചാറുണ്ടാക്കുന്ന ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, അന്ന് വീട്ടിൽ വെച്ചിട്ട് തുന്തുരു ഒരു സംരംഭം തുടങ്ങുകയാണ്, ജനുവരി 1-ാം തീയതി തുടങ്ങും, കുരിയച്ചർ ഒരു സ്ഥലം കിട്ടിയെന്നൊക്കെ പറഞ്ഞില്ലേ. അത് തുടങ്ങി. അതിനെക്കുറിച്ചിട്ടുള്ള അപ്ഡേറ്റ്സ് ഒന്നും കണ്ടില്ലല്ലോ എന്ന് ചോദിച്ചിട്ട് ആളുകൾ കമൻസ് ഇടുന്നുണ്ടായിരുന്നു. അത് പറയാൻ എന്താ വെച്ചാൽ അവൻ തന്നെയാണ് പറഞ്ഞത്, വീഡിയോ ചേച്ചി ഇടാൻ വരട്ടെ, അവന് കോൺഫിഡൻസ് ഇല്ല, ഇനിയിപ്പോൾ വീഡിയോ ഇട്ടിട്ട് പെട്ടെന്ന് അങ്ങനെ ആളുകൾ കുറേ വന്നാൽ. കാരണം കുറേ നാളുകളായിട്ട് ഇന്ത്യൻ ഫുഡ്, ഇങ്ങനത്തെ സൗത്ത് ഇന്ത്യൻ അങ്ങനത്തെ സാധനങ്ങളൊക്കെ അവൻ ജോലി ചെയ്യണത് ദുബായിലായാലും ജാപ്പനീസ് ഫുഡൊക്കെ ആയിരുന്നു, പിന്നെ കോണ്ടിനെൻ്റൽ, പിന്നെ മാൾട്ടയിലായാലും യൂറോപ്യൻ സാധനങ്ങൾ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ കുറച്ചൊക്കെ ഒന്ന് ഉണ്ടാക്കിയൊക്കെ ഒന്ന് ടേസ്റ്റൊക്കെ ഒന്ന് ശരിയായി വന്നതിന് ശേഷം ഒന്ന് ആ വീഡിയോ ഇട്ടാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ അതിനുള്ള സമയമായിരിക്കുന്നു. അപ്പോൾ ആദ്യം നമുക്ക് ആ 1-ാം തീയതി ഉദ്ഘാടനത്തിന്റെ വീഡിയോ നമുക്ക് ആദ്യം കാണാം. കുരിയച്ചിറ ഇന്ന് തുന്തുരുവിന്റെ കട ഉദ്ഘാടനമാണ്. ജനുവരി 1 ഇത് നമ്മൾ പറഞ്ഞില്ലേ, ചെറിയൊരു ഇതിലാണ് ചെയ്യണേ, പരിമിതമായ ഇതില് സൗകര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് കുഞ്ഞൊരു കടയാണ് കേട്ടാ. ചെറിയൊരു വാടകയ്ക്ക് അവനെ കൊണ്ട് പറ്റാവുന്നത് പോലെ തുടങ്ങുകയാണ്, അവനൊരു സംരംഭം തുടങ്ങുകയാണെന്ന് നമ്മളൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു. അപ്പോൾ ഇന്ന് ജനുവരി 1-ാം തീയതി അതിൻ്റെ ഉദ്ഘാടനമാണ്. അപ്പോൾ അച്ഛനും അമ്മയും കൂടിയിട്ടാണ് കേട്ടാ നാടൻ മുറിക്കാൻ പോകുന്നത്. മുറിക്കാൻ പറ്റേ ഗുളി കയറി രണ്ടുപേരും കൂടി രണ്ടുപേരും കൂടി രണ്ട് കൈ കൊണ്ട് പിടിക്കാം. അമ്മ കയറും, ഉള്ളി കയറും, അമ്മ കയറും, തുന്തുരു കയറും. അങ്ങനെ ഐശ്വര്യമായിട്ട് അച്ഛനമ്മയും ഉദ്ഘാടനം ചെയ്തു, നാടൻ മുറിച്ചു. ഇനി നമ്മുടെ ആദ്യ വിൽപ്പനയാണ്. ആദ്യ വിൽപ്പനയ്ക്ക് നമ്മളുടെ വീഡിയോ കണ്ടിട്ട് ദേ, അയ്യോ ചേട്ടൻ്റെ പേര് ഞാൻ മറന്നു, മോഹൻലാല് മോഹൻ ആളുടെ വക ഇട്ടതാ. മോഹൻ ചേട്ടൻ നമ്മുടെ വീട്ടിലേക്കൊക്കെ വന്നിട്ടുണ്ട്. ആളൊരു ഗംഭീര സംഭവമാണ്. ഒരു ആളെ കുറിച്ചിട്ട് തന്നെ ഒരു എപ്പിസോഡ് ഇടാണ്ട് നമ്മൾ പിന്നെ ചെയ്യാം. അപ്പൊ ആള് ഹൈദരാബാദി ബിരിയാണി 3 എണ്ണം വാങ്ങിക്കാൻ നേരത്തോടെ വന്ന് ഇവിടെ നിൽക്കണ്ടായിരുന്നു. സ്ഥലം അറിയാണ്ട്. മിഠായി, താങ്ക് യു. അപ്പൊ ആള് സ്ഥലം അറിയാണ്ടൊക്കെ ചെറിയ കുട്ടികൾക്ക് കൊടുത്തിട്ട് ബാക്കിയുള്ള 3 ഹൈദരാബാദി ബിരിയാണി വേണമെന്ന് പറഞ്ഞിട്ടാണ് ആള് വന്നിട്ടുള്ളത്, ആൾക്കും ഭാര്യയ്ക്കും മോനും വേണ്ടിയിട്ട്. അപ്പൊ അതാണ് ആദ്യം വിൽപ്പന. പകരാവും ഞാൻ ഏതാർപ്പയ്യട്ടെ ആൾക്കാര് എന്നെ കണ്ടു കഴിഞ്ഞാൽ ലോകം മുഴുവൻ അറിയും. ഒരു ഭയങ്കര വലിയ പരിചയവും. ഇതെന്താ അവിടെ വന്നോണെന്ന് വിചാരിക്കും. അതല്ല ഇങ്ങോട്ട് തിരിച്ചേക്കണ ഭയങ്കര 65 മോഡല് ഇന്ത്യയിലുള്ള ഏക മനുഷ്യനാണ്. വേറെ ആളുടെ ഉണ്ടാവും. എൻ്റെ 3 എണ്ണം ഉണ്ടായിരുന്നു എന്നിട്ട് ഞാൻ ബാക്കിയുള്ള ബിരിയാണി കഴിക്കതാ. തുന്തുരു ഹൈദരാബാദി ബിരിയാണി ഫസ്റ്റ് 3 എണ്ണം എടുക്കണം കേട്ടാ. ആദ്യത്തെ വിൽപ്പന. ശരി, മനസ്സുകൊണ്ട് ഞാൻ പള്ളിയിൽ പോയിട്ട് ഇനി വന്നോളാം. അതിന്റെ ഗുണം ഉണ്ടാവും. സ്പെഷ്യൽ 5 സ്റ്റാർ ചിക്കൻ സൂപ്പ് ഇന്ന് വരുന്നവർക്ക് എല്ലാവർക്കും ഉണ്ട് ഫ്രീ ആയിട്ട്. അപ്പൊ അതെ ചിക്കൻ സൂപ്പ് നല്ല രസമുണ്ട്. ഇന്ന് വരുന്നവർക്കൊക്കെ തുന്തുരുന്റെ സ്പെഷ്യൽ ചിക്കൻ സൂപ്പ് 5 സ്റ്റാർ ചിക്കൻ സൂപ്പ് ഫ്രീ ആയിരുന്നു. നഷ്ടപ്പെടുത്തിയില്ലേ നിങ്ങൾ?
അതിനുണ്ട് ചേക്കുക അതെ ചിക്കൻ സൂപ്പ് സൂപ്പർ ആയിട്ടുണ്ട്. സൂപ്പ് സൂപ്പർ എന്നാണ് പറഞ്ഞേക്കണത് ബിന്ദേച്ചി. ഷാജിയേട്ടൻ ഇങ്ങട് വാ. ബിന്ദു ചേച്ചിയുടെ ഹസ്ബൻഡിനെ ഷാജിയേട്ടനെ നിങ്ങൾ ഇതുവരെ കണ്ടിട്ടുണ്ടാവില്ല. വാ ഷാജിയേട്ടൻ എന്താണ് സൂപ്പ് കുടിച്ചിട്ട് പറയാനുള്ളത്? സൂപ്പർ. ഞാൻ ആദ്യമായിട്ട് സൂപ്പ് കഴിക്കണേ, വളരെ ഇഷ്ടപ്പെട്ടു. ഷാജിയേട്ടന് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് സൂപ്പ് കുടിക്കാനായിട്ട് ഞാൻ ഇതുവരെ കുടിച്ചിട്ടില്ല. അപ്പം അച്ചു പറഞ്ഞേ അമ്മ സൂപ്പ് ഞാൻ അമ്മയ്ക്ക് മേടിച്ചില്ല ടാനി ടൗണിൽ പോകുമ്പോൾ പറഞ്ഞു. അപ്പോഴേക്കും പോയില്ല, എനിക്ക് കിട്ടിയില്ല. പക്ഷെ ഞാൻ അപ്പം ആദ്യമായിട്ട് കുടിക്കും. നല്ല രസമുണ്ട്. നല്ല രസമുണ്ട്. ദാസപാപ്പൻ ഇതാരാന്നറിയോ? അച്ഛൻ്റെ വല്യമ്മയാണ്. എൻ്റെ അച്ഛൻ്റെ വല്യമ്മയുടെ മോനാണ് ദാസപാപ്പൻ. ദാസപാപ്പൻ എന്താ പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത് ഇത് സൂപ്പ് നന്നായി, വളരെ നന്നായി. പിന്നെ നന്നായി വരും മക്കളെ. ഭക്ഷണത്തിൻ്റെ ടേസ്റ്റ് ഞാൻ പറയണ പോലെ തന്നെ എൻ്റെ അമ്മയും ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം ഇഷ്ടപ്പെട്ടു എന്ന് പറയുള്ളൂ. അപ്പം അമ്മയ്ക്ക് എന്താണ് പറയാനുള്ളതെന്ന് നമുക്ക് ചോദിക്കാം. നല്ല ടേസ്റ്റ് അപ്പോൾ ശരി മക്കളെ, ഞാൻ പറ്റില്ല. എനിക്കില്ല, പക്ഷെ ഇത് നല്ല ഇഷ്ടമായിരുന്നു. ഒറ്റ സാധനങ്ങൾ അമ്മയ്ക്ക് ഇഷ്ടപ്പെടില്ല. എന്തെങ്കിലും ഒരു കുത്തുണ്ട് കോമയുണ്ട് എന്നൊക്കെ പറയും. ഇത് നല്ല ഇല്ലില്ല, ഇത് നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ കുടിക്കട്ടെ? അതെ, നമ്മൾ കുടുംബക്കാരൊക്കെ അങ്ങനെയാണ്. നോണയൊന്നും പറയില്ല, സത്യം മാത്രമേ പറയുള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ എന്നെ ഇഷ്ടപ്പെട്ടു എന്ന് പറയുള്ളൂ. ദീപ ചേച്ചി, നമ്മുടെ കണ്ണംകുളങ്ങരത്തെ അയൽവക്കത്തെ ദീപ ചേച്ചി വന്നിട്ടുണ്ട്. സൂപ്പ് അടിപൊളി അടിപൊളി. ബന്ധുവിൻ്റെ അറ്റംപ്റ്റ് എന്തായാലും നന്നായിട്ടുണ്ട്, സക്സസ് ആയിട്ടുണ്ട്. ഇനി ഇതുപോലെ ഇതിലും സൂപ്പറായിട്ട് മുന്നോട്ട് പോട്ടെ. സൂപ്പ് ഞാൻ കുറച്ച് കഴിച്ചു, ടേസ്റ്റ് അറിഞ്ഞു. പിന്നെ ഞാൻ അങ്ങനെ കഴിച്ച് പരിചയമില്ല. നന്നായിട്ടുണ്ട്, വളരെ ഗ്രാൻഡ് ആയിട്ടുണ്ട്. എത്ര എനിക്ക് പറയണ്ട. ചക്കരയുടെ അച്ഛനമ്മ കേട്ടാ, തുന്തുരുവിന്റെ അമ്മായി അച്ഛനമ്മായിമ്മയും ചക്കരയുടെ അച്ഛനമ്മയാണിത്. എല്ലാവരും അപ്പൊ പിന്നെ ഇനി ഒന്നും പറയാൻ സൂപ്പറായിട്ട് അല്ലേ? രസമുണ്ട്. അമ്മയ്ക്ക് എന്താ പറയാനുള്ളേ? നന്നായിട്ടുണ്ട്. എല്ലാവരും അടിപൊളിയായിട്ട് കുടിക്കുന്നുണ്ട്. അത് കാണുമ്പോൾ തന്നെ അറിയാം നല്ല ടേസ്റ്റ് ഉണ്ട്. ഹൈദരാബാദ് ബിരിയാണി ഞങ്ങളും വാങ്ങി 2 എണ്ണം. അപ്പം നിങ്ങളും എല്ലാവരും ഇത് വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടവരെല്ലാവരും വന്ന് വാങ്ങിക്കുക, സഹായിക്കുക, സപ്പോർട്ട് ചെയ്യുക. ദീപ ചേച്ചിക്ക് ഒരു സൂപ്പും കൂടി വേണമെന്ന്. എനിക്ക് വേണം. കഴിക്കൂ. അതെ, വിളിക്കാണ്ട് വന്ന അതിഥിയാണ്. കഴിക്കൂ. ഏഷ്യാനെറ്റിന്റെ വൈഫൈ കണക്ഷൻ നമുക്ക് ഇവിടെ ഷോപ്പിലേക്ക് ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചിട്ട് ഒരു ആള് വന്നേക്കണം. കഴിക്കി സൂപ്പ് കഴിച്ചു നോക്ക്. കൊടുക്കാറ്. ചേട്ടനുമായോ? ഇവര് എല്ലാവരും കൂടി പറഞ്ഞേട്ടപ്പോൾ എനിക്കിത് അറിയാനായിട്ടുള്ള ആകാംക്ഷ കൂടി. ചൂടുണ്ടാ? ഞങ്ങളേ ഇന്നലെ ഞങ്ങള് ഒരു ഹോട്ടലിൽ തൃശ്ശൂർ നമ്മൾ അധോലോകം എല്ലാവരും കൂടിയിട്ട് ന്യൂ ഇയർ ആഘോഷത്തിന് കയറി. ഏത് ഹോട്ടലിന്റെ പേര് പറയണില്ല. അവിടെ നിന്ന് ഫുഡ് കഴിച്ചത്. അപ്പോൾ അവിടെ നിന്ന് ചിക്കൻ സൂപ്പ് കഴിച്ചു. ചിക്കൻ സൂപ്പ് ഞാൻ കഴിച്ചില്ല, ശ്രീരാമാണ് ഓർഡർ ചെയ്തത്. അപ്പം 2 സൂപ്പ് അവർ കൊണ്ടുവന്നു. അതിൽ ഒരെണ്ണം എല്ലാവരും കൂടി ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി എനിക്ക് മണം അടിച്ചപ്പോൾ എനിക്ക് ഛർദ്ദിക്കാൻ വന്നു. ചിക്കൻ കഴുകിയ വെള്ളത്തിൻ്റെ മണം. ഇത് സൂപ്പർ അടിപൊളി സാധനം കേട്ടാ. കാലക്കം സൂപ്പ് കേട്ടാ. അതാ തുന്തുര് പറഞ്ഞേ, ഇതിങ്ങനെ സാധാരണക്കാർ ഇത് കഴിച്ചിട്ടുണ്ടാവില്ല. 5 സ്റ്റാർ ഹോട്ടലുകളിലത്തെ. നന്നായിട്ടുണ്ടല്ലേ? എന്താ പേരെന്താ? എൻ്റെ പേര് ആഷിഖ്. ആഷിഖ്. എവിടെ വീട്? എൻ്റെ ചെയ്യാറ്. ഫുഡ് ഉണ്ട്, മാത്രമേ ഉള്ളൂ. പാഴ്സൽ വാങ്ങിച്ചുകൊണ്ടുപോലും മാത്രം. കാരണം ഇരുന്ന് കഴിക്കലില്ല. ഇത് സജീഷ് ഏട്ടൻ, എൻ്റെ അമ്മയുടെ ചേച്ചിയുടെ മകൻ, അതായത് എൻ്റെ വല്യമ്മയുടെ മകനാണ്. എങ്ങനെയുണ്ട്? സൂപ്പർ. എങ്ങനെയുണ്ട് സൂപ്പ്? എന്തിട്ടേക്ക് പറയണോട്? എങ്ങനെയുണ്ട് സൂപ്പ്? സൂപ്പ് നന്നായിട്ടുണ്ട്. പിന്നെ നമ്മുടെ അനിയൻ്റെ കടയാണത്. ഇത് നന്നായി പോകാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അത്
എല്ലാ വിശ്വാസവും ഞാൻ നേരുന്നു കടയ്ക്ക്. താങ്ക് യു. ഓക്കെ. ഇതാണ് ഇവിടുത്തെ വില വിവരപ്പട്ടിക കേട്ടാ. ബീഫ് ഫ്രൈ ഒക്കെ 100 ഗ്രാമാണ്, പോർക്ക് ഫ്രൈ 100 ഗ്രാമിൻ്റെ വിലയാണ് എഴുതി കൊടുത്തിട്ടാ. പിന്നെ ഇതിൽ ഫിഷ് ഫ്രൈയിൽ മാത്രം വില എഴുതിയിട്ടില്ല. അത് ആ അന്നത്തെ ദിവസം കിട്ടുന്നതിനനുസരിച്ചാണ് അതിൻ്റെ വില കേട്ടാ. ബാക്കിയൊക്കെ ഇതേപോലെ തന്നെ. ഓക്കെ, അപ്പോൾ നമുക്ക് സ്പെഷ്യലായിട്ടുള്ള സാധനങ്ങൾ ഞാൻ ഇവിടെ നിന്ന് കാണിച്ചു തരാം. ഇത് ചിക്കൻ കറി കേട്ടോ, നാടൻ ചിക്കൻ കറി. എന്നിട്ട് തേങ്ങ അരച്ച് ഒഴിച്ചിട്ടുള്ള സാധനമാണ്. പിന്നെ വരുന്നത് പനീർ ബട്ടർ മസാല. ഞാൻ കയ്യിലിടുന്നില്ല അതിൽ. പിന്നെ ബീഫ് റോസ്റ്റ്, ഇവിടെ ചിക്കൻ റോസ്റ്റ് ഉണ്ട്. പിന്നെ നമ്മുടെ ബിരിയാണി റൈസ് ഉണ്ട്. ഇവിടെ മാങ്ങ ഫിഷ് കറി. ഇതാണ് നമ്മുടെ സ്പെഷ്യൽ. അപ്പം ഞങ്ങൾ ഇനി ഇവിടുന്ന് പോവാ. കുറേ സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. നമ്മൾ അല്ലൻ ചേട്ടനും ചെറുചേട്ടനും എല്ലാവർക്കും കൊടുത്ത് അവർക്ക് അറിയണ്ട ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന്. ഞങ്ങൾക്ക് നോക്കണം ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ അതേ കുറേ സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട് കേട്ടാ. അച്ഛനമ്മയൊക്കെ എപ്പോഴാണ് പോണേ? പോയാ? അപ്പോൾ ഉദ്ഘാടനമൊക്കെ കണ്ടില്ലേ? ഇപ്പോൾ 20 ദിവസമല്ല, അതിനേക്കാൾ അധികമായി. അപ്പോൾ അവനിപ്പോൾ സെറ്റായി. ആ സമയത്തൊക്കെ ഫുഡ് ഉണ്ടാക്കൽ ഇതൊക്കെ ഇത്തിരി ഒരു ബുദ്ധിമുട്ട് ഇതൊക്കെയാണ്. പിന്നെ നമ്മൾ ഉണ്ടാക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ വീടിൻ്റെ മുകളിലാണ് ഉണ്ടാക്കണത്, 2ാം നിലയുടെ മുകളിൽ. അപ്പോൾ ഞങ്ങളിപ്പോൾ പോകുന്നത് അവിടേക്കാണ്. ഉണ്ടാക്കുന്ന സെറ്റപ്പും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ഇപ്പോൾ സമയം ഒരു 9:30 അവനൊരു 11 മണിയാകുമ്പോഴേക്കും എല്ലാം ഉണ്ടാക്കൽ കഴിഞ്ഞിട്ട് അവിടേക്ക് എത്തിക്കും. അപ്പോൾ ഏതാണ്ട് ഇപ്പോൾ ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞാറായിട്ടുണ്ടാവും. അപ്പം എന്നാലും അതൊക്കെ കാണിച്ചു തരാം കേട്ടോ. അതിനാണ് നമ്മളിപ്പോൾ പോണത്. അയ്യോ, അങ്ങനെ വീടെത്തി. നല്ല മണം വരുന്നുണ്ട്. അപ്പോൾ ഒരു കാര്യം കാണിച്ചു തരട്ടെ. എല്ലാ ദിവസവും തുന്തുരിനുള്ളൊരു ടാസ്ക് എന്ന് പറയണത് എല്ലാ ദിവസവും വൈകുന്നേരം ആണ് മാർക്കറ്റ്. ഇവിടെ തൊട്ടടുത്തല്ല, ശക്തനിലേക്ക് ഇവിടുന്ന് കുറച്ച് ദൂരമുള്ളൂ. ശക്തനിൽ നിന്ന് അന്നാന്നേക്കുള്ള സാധനങ്ങളാണ് വാങ്ങിക്കുക. അപ്പോൾ ഈ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് നമ്മുടെ 2ാം നിലയുടെ മുകളിലാണല്ലോ കിച്ചൺ സെറ്റ് ചെയ്തേക്കണേ, അവിടേക്ക് എത്തിക്കുക എന്നുള്ളത് ഒരു പണിയാണ്. അപ്പോൾ ഈ കയറി ഇറങ്ങി വയ്യാണ്ടാവും. അതുകൊണ്ട് ഇവിടെ ലിഫ്റ്റ് പിടിപ്പിക്കാൻ പോവുക. ചെറിയൊരു മറ്റേ വലിയ സെറ്റ് ഇതുപോലത്തെ ലിഫ്റ്റല്ല, സാധനങ്ങൾ നമുക്ക് മുകളിലേക്ക് ഈ എന്താ പറയുക പണി നടക്കുന്ന കെട്ടിടങ്ങളിലൊക്കെ സാധനങ്ങൾ. ഗിഫ്റ്റ്. ഹായ്, അമ്മായി വന്നത് എങ്ങനെ അറിഞ്ഞപ്പോ? അതൊക്കെ അറിഞ്ഞാ? അപ്പോൾ ഇങ്ങനെ ലിഫ്റ്റ് എന്നിട്ട് ഞാൻ പറഞ്ഞു വന്നത് പണി നടക്കുന്ന കെട്ടിടങ്ങൾക്കൊക്കെ സാധനങ്ങളൊക്കെ മുകളിലേക്ക് എത്തിക്കാനൊക്കെ ഒരു ഉണ്ടാക്കില്ല, അതുപോലത്തെ ഒരു സാധനമാണ് ഇവിടെ. അതിനുള്ള സൗകര്യം ഇവിടെ ഉള്ളൂ. അപ്പോൾ അതാണ് ഇവിടെ ചെയ്യണത് കേട്ടോ. ഇനി നമുക്ക് മുകളിലേക്ക് പോവാം. അച്ഛനമ്മി മുകളിലാ? കുക്കിങ്ങാ? പനിക്കുണ്ടോ? നിനക്ക് ചൂടുണ്ടല്ലോ. എന്തിട്ട് ഗിഫ്റ്റ് നോക്കട്ടെ അമ്മായി. ഇത് ഭാവി ഉണ്ടാക്കിയതാ? ഇതെന്തിട്ട് ചന്ദ്രികയെ? എങ്ങനെയാ ഓപ്പൺ ചെയ്യാ? എത്ര ഉള്ളൂ? തുറക്കാൻ പറ്റുമോ? ആ, എങ്ങനെയാ തുറക്കാ? ഓക്കെ, ശരി, വീട്ടിൽ ചെന്നിട്ട് തുറന്നാ മതി. എവിടെ? ഒല്ലൂര് ചെന്നിട്ടാ? കുളിച്ചിട്ടൊന്നുമില്ല ഇന്ന്? എന്തേ? ഇപ്പോൾ രാവിലെ ഒരു ഓർഡർ ഉണ്ട് തുന്തുരുവിന് 13 ബിരിയാണിക്ക്. അപ്പം അതിനുള്ളത് അത് അവർ വന്ന് കൊണ്ടുപോകുമോ? അവർ വന്ന് കൊണ്ടുപോകും. 13 എണ്ണല്ലോ ഉള്ളൂ. അപ്പം നമ്മൾ കൊണ്ടു കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പം അതിനുള്ളത് ഇവിടെ ആക്കി വെക്കൽ കഴിഞ്ഞു കേട്ടാ. പിന്നെ അമ്മേരെ കൈ കഴിഞ്ഞിട്ടില്ലേ? അമ്മയുടെ കൈ നോക്കിയേ, ഈ പരുവായി കണ്ടാ. ഇതെന്താ കൈ തൂക്കിയിടല്ലേ? ഇങ്ങനെ പിടിക്കണം. ഈ ഇവിടെ ഈ ഭാഗം തൂക്കിയിടുമ്പോഴേ അതുമ്മ കൊള്ളുമ്പോ ഇവിടെയൊക്കെ തൊടുമ്പോ വേനയുണ്ടാ? തൊടുമ്പോ വേനയുണ്ട് എപ്പോഴും? ഇവിടെ ഇല്ല, ഈ ഭാഗം ഇതൊക്കെ വേന, ചെറുവരലിനാണ് വേന. എന്നാലും കുറഞ്ഞു, പോലെ കുറവായി. നീരുണ്ടായിരുന്നു ഇവിടെയൊക്കെ വീർത്തിട്ടല്ലേ ഇരുന്ന് ഉടനെ. ഇന്നലെ ഒരു പുതിയ ഓയിൽമെന്റ് കിട്ടി, അത് പറ്റിയോട് കൂടി നല്ലോണം കുറവായി. ഇവിടെയൊക്കെ കറുത്തിട്ടായിരുന്നു നടന്നാണ്, ആ കളറൊക്കെ മാറി നല്ല മരുന്നാ. അങ്ങനെ ഇതുകൊണ്ട് അല്ലെങ്കിൽ നാളെ മറ്റന്നാൾ പോകുമ്പോൾ കീറേണ്ടി വരും. ഉണങ്ങിയില്ലെങ്കിൽ ഇനി ചൊവ്വാഴ്ച വീണ്ടും പോകേണ്ടി വരുന്ന, വീണ്ടും ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഡോക്ടർ നോക്കിയിട്ട് ഉണങ്ങിയിട്ടില്ലെങ്കിൽ വീണ്ടും കീറേണ്ടി വരും എന്ന് പറഞ്ഞു, പഴുപ്പ് കളയാനായിട്ടേ. അപ്പം നമുക്കിനി
മുകളിലേക്ക് പോവാം. അപ്പം ഇത് അറിയാത്തവരോട് പറയാണ്, ഇത് വീട് എൻ്റെ അടിയിൽ ഒരു ഗോഡൗണും അച്ഛൻ്റെ വർക്ക്ഷോപ്പൊക്കെയാണ്, മുകളിൽ വീട്. ഇതിൻ്റെ മുകളിലാണ് തുന്തുരു ഇപ്പം ഈ പാചകമൊക്കെ ചെയ്യണത് കേട്ടാ. ഇന്നത്തെ സ്പെഷ്യൽ എന്തുട്ടൊക്കെയാണെന്ന് അറിയില്ല. മുകളിൽ ആദ്യം തന്നെ എന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചുറ്റും ഇങ്ങനെ അടച്ചു, ഇങ്ങനെ ഗ്രില്ലിട്ടിട്ട് ഇങ്ങനെ മുകളിൽ ഷീറ്റ് വെച്ചിട്ട് ഇങ്ങനെ ചുറ്റും അടച്ചു. എന്താണെന്ന് വെച്ചാൽ അല്ലെ കാക്കകൾ കിളികൾ ഇതൊക്കെ കയറുമല്ലോ, അതുകൊണ്ട് അത് അടച്ചു. പിന്നെ ഇവിടെയാണ് ലിഫ്റ്റിൻ്റെ ഡോറ് വരാം. ഞാൻ അടിയിൽ കാണിച്ചില്ലേ, അത് ഇവിടെയാണ് വരാതെ ഡോറ്. പിന്നെ ഇവിടെയാണ് തുന്തുരുവിൻ്റെ വിശാലമായ പണിസ്ഥലം. ഇപ്പം തൊട്ട് ഇതിൽ ചിക്കൻ ലോലിപോപ്പ് ആയിക്കൊണ്ടിരിക്കുന്നു. പിന്നെ ഇതിലെന്തിട്ടാടാ തുന്തുരുവ? അതിൽ ചിക്കൻ റോസ്റ്റ് റെഡി ആയാ? ഇല്ല, റെഡി ആയില്ല. അപ്പോൾ ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് ഗ്രേവിയിലേക്ക് ഇട്ടിട്ടുള്ളൂ, മിക്സ് ആക്കി ശരിയാക്കിയിട്ടില്ല. ഇതിൽ ബിരിയാണി റൈസ് ദം ചെയ്ത് വെച്ചുള്ളത്. ഒരു 20 മിനിറ്റ് കഴിയുമ്പോൾ ഇത് പൊട്ടിക്കാം, അതെടുക്കാം. പിന്നെ ഇവിടെ ചിക്കൻ 65 റെഡി ആയിട്ട്. ഇത് ചിക്കൻ 65, ഇത് പോർക്ക് 65. ഇത് രണ്ടും സൂപ്പറാണ്. എനിക്കിത് ഞാൻ ഇപ്പോൾ പറഞ്ഞോളൂ, കാരണം 2 ദിവസം മുന്നേ ഇത് വാങ്ങിച്ചു. ഞങ്ങൾ ഇടയ്ക്കപ്പോൾ കൂട്ടാനില്ല എന്നുണ്ടെങ്കിൽ അപ്പോൾ കൂട്ടാൻ വെക്കണം. അപ്പോൾ ചേട്ടൻ പറയും തുന്തൂരിൻ്റെ അടുത്തുനിന്ന് പോയി വാങ്ങിക്കാൻ വേണ്ടിട്ട് അങ്ങനെ വാങ്ങിച്ചിട്ട് വരും. അപ്പം അങ്ങനെ മിനിഞ്ഞാന്ന് ഗർഭിണി പണ്ടേ ദുർബല, ഇപ്പൊ ഗർഭിണി എന്ന് പറഞ്ഞ അവസ്ഥ. ആ പഴഞ്ചൊല്ലി ഇപ്പൊ പറയേണ്ട ആവശ്യം എന്താ? പണ്ട് കുക്ക് ചെയ്യാൻ മതി, അപ്പൊ എളുപ്പമായില്ലേ. ഓ അങ്ങനെ. അപ്പോ എന്നിട്ടാ അപ്പോൾ പോർക്ക് 65 ചിക്കൻ 65 ഒക്കെ വാങ്ങിക്കാറുണ്ടെന്ന് പറയായിരുന്നു. നല്ല ടേസ്റ്റാണ്. തുന്തിരിപ്പോൾ വെച്ച് 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 ശരിയായി തുടങ്ങി, ടേസ്റ്റ് കൂടി വന്നു തുടങ്ങി. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ വീഡിയോ ഇടാന്ന് വെച്ചത്. പിന്നെ ഓർഡറുകളും വരുന്നുണ്ട് കേട്ടോ തുന്തുരുവിന്. ഇന്നിപ്പോൾ ഉച്ച തിരിഞ്ഞിട്ട് നമ്മുടെ ഒരു സബ്സ്ക്രൈബറിൻ്റെ ഓർഡർ ഉണ്ടെന്നാ പറഞ്ഞേ. എന്തുട്ടൊക്കെയാ തുന്തുര? നെയ്ച്ചോറ്, ഗീ റൈസ്, ചിക്കൻ 65, ബീഫ് റോസ്റ്റ്, മീൻ മുളകിട്ടത്. അവിടെ പെരുന്നാളാവട്ടെ അവിടെ. മീൻ വറുത്തത് റെഡിയായി, ചിക്കൻ ലോലിപോപ്പ് റെഡിയായി. ഇതിങ്ങനെ ഓരോന്ന് ആയിക്കൊണ്ടിരിക്കണത് മാറ്റി മാറ്റി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ കുറേശ്ശേ ചെയ്യണുള്ളൂ, കാരണം ചിലവാകുമെന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഉച്ചയാകുമ്പോഴത്തേക്കും ഉണ്ടാക്കി കൊണ്ടുപോയതൊക്കെ കഴിഞ്ഞ് ഇങ്ങോട്ട് പോരും. ചില സമയത്ത് ചിലപ്പോൾ ചിലവാവില്ല, നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അപ്പം അതുകൊണ്ട് കുറേശ്ശേ ഉള്ളൂ. അതന്നെ ബിരിയാണി. ഇളക്കി മിക്സിങ് ആക്കണം. കൊണ്ടുപോവാറായി തുടങ്ങി. അപ്പം ചക്കര അവിടെ ഒക്കെ പാക്ക് ചെയ്യണു. ഇവിടെ ഒരാളിരിക്കുന്നുണ്ട്. കുറച്ച് നേരത്തെ കൂടി ഒരു കുഴപ്പമില്ലായിരുന്നു. കുളിക്കാൻ പോയിട്ട് വരുമ്പോൾ ഉണ്ട് ഇതിട്ടിട്ട് വരുന്നേ. ഇതാ അച്ഛമ്മയുടെ സാധനമല്ലേ ഇത്? അച്ഛമ്മയുടെ മാറണവരെ അവളിടാന്ന്. അച്ഛമ്മയുടെ മാറി കഴിഞ്ഞാലോ അച്ഛമ്മയ്ക്ക് കൊടുക്കാല്ലേ? ലിഫ്റ്റ് ശരിയാക്കണത് അച്ഛനാണ്. അതെ, അച്ഛനാണ് ഉണ്ടാക്കണത്. ലിഫ്റ്റ് ശരിയാക്കിയിട്ട് കാണാം. അത് പലർക്കും ഇനിയിപ്പോൾ പണിയാൻ എൻ്റെ അച്ഛനെ വിളിക്കും. അവളെ ചിലവ് കുറഞ്ഞ രീതിയിൽ. ഇതിപ്പോ എല്ലാ പണിയും കഴിയുമ്പോൾ പറയാട്ടെ എന്ത് ചിലവ് എന്ന് തോന്നും. ലിഫ്റ്റിന്റെ നമ്മുടെ ബിരിയാണി റൈസ് വെന്ത് മാറ്റി വെച്ചു. ഞാൻ അതിലേക്കുള്ള ചിക്കൻ റോസ്റ്റ് ശരിയാക്കി കൊണ്ടിരിക്കണം. അത് ഗ്രേവി ഉണ്ടാക്കലും അതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ഇടലും അതൊക്കെ കഴിഞ്ഞു കേട്ടോ. അതൊക്കെ രാവിലെ കഴിഞ്ഞു. ഇപ്പം അത് മിക്സിങ് മാത്രമാണ് ഇപ്പം ചെയ്യണേ. ഇപ്പം സാധനങ്ങളൊക്കെ സെറ്റായി. 11 മണിയായിട്ടാ. അപ്പം അപ്പോഴത്തേക്കും എല്ലാ സാധനങ്ങളും ഇത് സെറ്റാക്കി ഇവിടെ വെച്ചു. ഇനി ഇത് കൊണ്ടുപോകലാണ്. ഇതിൽ പിന്നെ പോണ വഴിക്ക് പൊറോട്ട, പത്തിരി, നൂൽ പൊറോട്ട ഇതുണ്ട് അവിടെ. അത് വാങ്ങിക്കുക ചെയ്യുക. പോണ വഴിക്ക് ഒരു സ്ഥലത്തുനിന്ന് വാങ്ങിയിട്ട് വയ്ക്കും. പിന്നെ ഇത് പോർക്ക് 65,
മോരാ അതൊക്കെ മുന്നേ കൊണ്ടുപോകാൻ ആ ഇത് പിന്നെ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ഒരു ഓർഡർ ഉണ്ടെന്ന് അവനിന്ന് അത് അവർ വന്ന് കൊണ്ടക്കോളും സാധനം സെറ്റായിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട് ബിരിയാണി 13 പേർക്കുള്ള ബിരിയാണി ആണ്. അപ്പോൾ ഇത്ര സാധനങ്ങൾ പിന്നെ ഇനി ബീഫ് അങ്ങനെയുള്ള കുറച്ച് ഐറ്റംസും കൂടി ഉണ്ട്. ഇതൊക്കെ ഇനി വണ്ടിയിൽ കയറ്റിയിട്ട് ഇനി അങ്ങോട്ട് കൊണ്ടുപോകാൻ പോവാം കുരേച്ചിറക്കി. ചിക്കൻ ലോലിപ്പോപ്പൊക്കെ ഉണ്ട്. നിനക്ക് തിന്നാനല്ല ഉണ്ടാക്കണേ, ആൾക്കാർക്ക് കൊടുക്കാനാ. എനിക്ക് വേണം. അപ്പൊ കണ്ട ഇതൊക്കെ ഇനി മോളിൽ നിന്ന് എല്ലാതും അടിയിലേക്ക് ഇറക്കലും ആവശ്യമായ സാധനങ്ങൾ കയറ്റലും ഇങ്ങനെ ഒരു പണിയുണ്ട്. സ്റ്റെപ്പ് കയറി ഇറങ്ങലേ എന്നും ചെയ്യുമ്പോൾ നമ്മൾ വയ്യാണ്ടാവും. അതിനാണ് ലിഫ്റ്റ് വയ്ക്കണത്. ഇന്ന് ജഗ്ഗുവിന് SPC ഉണ്ടായിരുന്നേ. അപ്പോൾ ജഗ്ഗുവിൻ്റെ കഴിഞ്ഞു എന്നിട്ട് ഫോൺ വന്നപ്പോൾ ഞങ്ങൾ സ്കൂളിലേക്ക് പോയി അവനെ കൊണ്ടുവരാനായിട്ട്. ഞങ്ങൾ ജഗ്ഗുവിനെയും കൊണ്ട് വരുമ്പോഴത്തേക്കും ദേവിന് ഇവിടേക്ക് കൊണ്ടുവന്നു. തുന്തുര് പോയിട്ടാ എല്ലാ സാധനങ്ങളും ദേവിടേക്ക് എത്തിച്ചു. അപ്പോൾ നമ്മുടെ കട എന്ന് പറയുന്നത് കുരിച്ചിറ സെൻ്ററാണ്. ഇത് എൻ്റെ കയ്യിൽ നേരെ 100 മീറ്റർ, അവിടെ നിന്ന് 100 മീറ്റർ ഈ റോഡിൻ്റെ പേര് സെൻറ്റ് പോൾസ് റോഡ്. സെൻറ്റ് പോൾസ് സ്കൂളിലേക്കുള്ള റോഡാത്. സെൻറ്റ് പോൾസ് സ്റ്റേറ്റ് CBSE സ്കൂളല്ല, മറ്റേ സ്കൂളിലേക്കുള്ളത്. ഒരു 100 മീറ്റർ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെയാണ് നമ്മുടെ കട. ലെഫ്റ്റ് സൈഡിൽ ഫുഡ് ലാൻഡ്. ഇന്നത്തെ ഐറ്റംസ് എന്തിട്ടൊക്കെയാണെന്ന് ചക്കര ബോർഡിൽ എഴുതാണ്. അപ്പോൾ ചക്കരനെ ഇവിടെ ആക്കിയിട്ട് തുന്തുരി പോയി. എന്താണെന്ന് വെച്ചാൽ ഇന്ന് 5 മണിക്ക് വേറൊരു ഓർഡർ ഉണ്ട്. അപ്പോൾ ആ സാധനങ്ങൾ അവന് ചെന്നിട്ടൊക്കെ ശരിയാക്കണം. ഒരു 5-6 ഐറ്റംസ് ഉണ്ട്. ബീഫ്, ചിക്കൻ, നെയ്ച്ചോറ്, മീൻകറി, അങ്ങനെ കുറച്ച് ഐറ്റംസ്. 30 പേർക്കുള്ളതല്ല ചക്കര, 60 പേർക്ക്. 60 പേർക്കുള്ള ഫുഡ് അവനൊരു ഓർഡർ ഉണ്ട്. 5 മണിയിലേക്ക് ആക്കണം. അപ്പോൾ തുന്തുരി പോയി. നമ്മുടെ സബ്സ്ക്രൈബർ തന്നെയാണ് ഓർഡർ തന്നേക്കണേന്ന്. അപ്പോൾ ഞങ്ങൾ ഈ കടയുടെ ലൊക്കേഷൻ, ഫോൺ നമ്പർ ഒക്കെ തരാം. നിങ്ങൾ വരിക, കഴിച്ചു നോക്കുക. അതിഭയങ്കരമായ ടേസ്റ്റ് ഒന്നും ഞാൻ പറയില്ല. ടേസ്റ്റൊക്കെ പലർക്കും പല പോലെ ആയിരിക്കും. പക്ഷേ ഒരിക്കലും പഴയ സാധനങ്ങൾ ഉണ്ടായിരിക്കില്ല. വൃത്തി അതിലും കോംപ്രമൈസ് ഇല്ല. അതൊക്കെ അടിപൊളിയായിരിക്കും. നമ്മുടെ വീട്ടുകാരെന്നെ വന്ന് വാങ്ങിക്കുന്നുണ്ട്. ചെറിയേട്ടനൊക്കെ 2-3 പ്രാവശ്യമായി വന്ന് വാങ്ങിക്കണു. സജീവൻ വാങ്ങിക്കുന്നുണ്ട്. വാങ്ങിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ അപ്പോൾ വന്ന് രുചി പരീക്ഷ അറിയുക. അതെ, അങ്ങനെ പറയാൻ പറ്റില്ല. അല്ലാണ്ട് നമ്മുടെ അളിയനാണ് സരിതര ആംഗ്ലയാന്ന് വെച്ചിട്ട് ഞങ്ങൾ ഗംഭീരമാണ് ഒന്നും പറയില്ല. അതന്നെ. വന്ന് നോക്കാം. പിന്നെ കഴിഞ്ഞ എൻ്റെ മുന്നിലത്തെ ആഴ്ച ഇവിടെ കുരിയച്ചിറ പള്ളി പെരുന്നാളായിട്ടും കുറേ ഓർഡറുകൾ അവന് കിട്ടി. ഇങ്ങനെ കുറച്ച് 10 എണ്ണം 20 എണ്ണം അങ്ങനെയൊക്കെ കിട്ടി. നീ ചക്കര എഴുതുന്ന നോക്കിക്കോ. ഓരോന്നിന്റെ വില നിലവാരം വില വിവര പട്ടിക എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ടാ. കുറേ തരം സാധനം ഉണ്ട് കേട്ടാ. പിന്നെ ഞങ്ങൾ വീട്ടിൽ പോവാ. ബാബ ചക്കര അവള് എൻ്റെ കൂടെ വരുന്നുണ്ട് കേട്ടാ. അപ്പൊ ഞങ്ങൾ പോവാട്ടാ. പോവാ. കുഴപ്പമില്ല, ഇത് മതി അല്ലേ. ഉച്ചത്തിരിഞ്ഞ് ഞങ്ങൾക്ക് ഒരു 5 മണിയാകുമ്പോൾ ഞങ്ങളൊരു സ്ഥലത്തേക്ക് പോവാം. അപ്പം അതിന് മുന്നേ അവളെ ഇവിടെ ആക്കാട്ടാ.